ഇന്ന് നമ്മൾ പൊരിച്ച പത്തിരി റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. കറിയുടെ കൂടെ കഴിച്ചാലും കറിയില്ലാതെ കഴിച്ചാലും ഇത് നല്ല ടേസ്റ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും സെർവ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് വേണ്ട അരപ്പാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് അര കപ്പളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം ആ സെയിം മിക്സിയുടെ ജാറ് തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതും, അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും അതിന് കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാർ അടച്ച് വെച്ച് ഇതും നമ്മൾ നന്നായിട്ടൊന്ന് അരയ്ക്കുകയാണ്. അരച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. ഇനി സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പുണ്ടല്ലോ, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 കപ്പ് പൊടി വെച്ചിട്ടാണ് നമ്മുടെ പൊരിച്ച പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. കൂടെ നമ്മളൊരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് മറിയുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ വെള്ളം അളന്നെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ 2 കപ്പ് പത്തിരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ പത്തിരിക്കെല്ലാം പൊടി വാട്ടിയെടുക്കാറില്ലേ, ആ ഒരു രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മളിതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ കരിഞ്ജീരകം അല്ലെങ്കിൽ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ കറുത്ത എള്ളാണ് ചേർത്തിട്ടുള്ളത്. കരിഞ്ജീരകം വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുണ്ടായിരുന്നല്ലോ, അത് ഫുള്ളായിട്ട് ചേർക്കുക. ശേഷം നമ്മൾ നല്ല ചൂടോടുകൂടി തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. കുഴയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് തണുക്കാനായിട്ട് നിൽക്കരുത്. നല്ല ചൂടോടുകൂടി തന്നെ കുഴയ്ക്കുക. സാധാരണ നമ്മൾ പത്തിരിക്കെല്ലാം പൊടി കുഴച്ചെടുക്കാറില്ലേ, ആ ഒരു രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം. നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് അഥവാ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം കയ്യിൽ സ്പ്രെഡാക്കിയിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ഡോ അത്യാവശ്യം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഈക്വൽ വലിപ്പത്തിലുള്ള 2 പീസായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഒരെണ്ണം അടച്ച് വെക്കുക. ഒരെണ്ണം നമ്മളിതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉരുട്ടി ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ പരത്തിയെടുക്കുന്നതിന് മുൻപായിട്ട് ആദ്യം കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളിത് അത്യാവശ്യം കട്ടിയിലൊന്ന് പരത്തിയെടുക്കുകയാണ്. കുഴൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ പരത്തിയെടുക്കുകയാണ്. ശേഷം നമ്മളൊരു അടപ്പ് വെച്ചിട്ട്, കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആദ്യം ഒരു 4 പീസായിട്ട് 4 പത്തിരിയായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാലൻസ് വന്നിട്ടുള്ള ആ മാവ് കളയുന്നില്ല, അത് വീണ്ടും കുഴച്ചിട്ട് ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമ്മളിപ്പോൾ ഇത് പരത്തി റെഡിയാക്കി വെച്ചിട്ടുള്ളത്. പരത്തിയത് നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വീണ്ടും കുഴച്ചിട്ട് ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കി എടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിലൊരു പാൻ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ പൊരിച്ച പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി വെക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചുവിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ തിരിച്ചു മറിച്ചുവിട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്ന സമയത്ത് പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.